യെസ്, എന്തായാലും സിജോ പറഞ്ഞതുപോലെ തന്നെ ഇത് അറിഞ്ഞിട്ട്, അതായത് പണിമുടക്കാണ് എന്നറിഞ്ഞാൽ പോലും അവിടെ എത്തിച്ചേരേണ്ട കുറേ അത്യാവശ്യക്കാരുണ്ടാകും. പ്രത്യേകിച്ച് RCCയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകേണ്ടവരുണ്ടാകും. അവർക്കൊക്കെ പോലീസ് മറ്റു ചില സർവീസുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളും വലിയ രീതിയിൽ തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ യൂബർ ടാക്സി, യൂബർ ഓട്ടോ പോലെയുള്ള സർവീസുകളൊക്കെ നടക്കുന്നുണ്ടോ അവിടെ? പ്രധാനമായും ഓട്ടോ രാവിലെ മുതൽ സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് സംബന്ധിച്ചിടത്തോളം ആളുകൾ ഇതുവരെ സമരക്കാർ വരികയോ ഓട്ടോ തടയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളത് ഇനി വരുന്ന മണിക്കൂറുകൾ പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ പണിമുടക്കുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ പ്രതിഷേധവും ഒക്കെ ആയിട്ട് ആളുകൾ വരുന്ന സാഹചര്യത്തിൽ വ്യാപകമായ രീതിയിൽ തന്നെ ഓട്ടോയൊക്കെ തടയുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഇത്രയും മണിക്കൂറുകളായിട്ട് ആളുകൾ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓട്ടോകൾ എന്തായാലും സർവീസുകൾ നടത്തുന്നുണ്ടെന്ന് പറയുന്നത് ആശ്വാസകരമാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് അടുത്ത് പോകേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം അധികം പണമാവില്ല അവർക്ക് സർവീസ് അങ്ങോട്ട് പോകുന്നതിന്. പക്ഷേ അധിക ദൂരത്തേക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോയൊന്നും ഒരു കാരണവശാലും ആശ്രയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബസ് സർവീസുകൾ തന്നെ വേണം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ്സുകൾ വളരെ കുറവാണ്. KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നതുകൊണ്ട് ആ KSRTC സർവീസുകൾ നടത്തിയാൽ, അല്ലെങ്കിൽ അത്തരം കൂടുതൽ സജീവമായാൽ മാത്രമേ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സഹായകരമാവുകയുള്ളൂ. പക്ഷേ ഈ ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും കണക്കിലെടുത്തുകൊണ്ട് സർവീസുകൾ അധികമായി നടത്തുന്നില്ല. സമര അനുകൂലികളായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സർവീസ് നടത്തിയാൽ അത് തടയുമെന്ന നിലപാടിൽ തന്നെയാണ് ആളുകൾ നിൽക്കുകയും ചെയ്യുന്നത്.